ഇവിടെ ആരും കാണുന്നില്ല മോളെ, ആരും ഇല്ലേ? ജയ, ജയ, ആരാ? നീ അച്ഛനെ വിളിക്ക്. കാലത്ത് തന്നെ ഇവിടെ എത്തിയോ? ആ പാടോ. ഇന്നലെ രാത്രി 10 മണി വരെ ഞാൻ ഈ ഉമ്മറത്തുണ്ടായിരുന്നു. കാണാതായപ്പോ ഞാൻ വിചാരിച്ചു ഇനി വരവുണ്ടാവില്ല. ട്രാഫിക് അല്ലേ ചേട്ടാ, അതാ ലേറ്റ് ആയത്. ആ എടാ, തന്നെ ഞാൻ വിളിപ്പിച്ചതേ തന്റെ ഒരു അനന്തരവനില്ലായിരുന്നോ? എന്താ എന്റെ പേര്? നന്ദു. ആ, നന്ദു. അവനോടൊന്ന് ഇവിടെ വരാൻ പറയണം. എന്തായാലും ഞങ്ങളുടെ വേണിയുടെ അരങ്ങേറ്റം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇവിടെ വെച്ച് തന്നെ അരങ്ങേറ്റം നടത്തണമെന്ന് അവളുടെ ആഗ്രഹം. പിന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ ചേട്ടാ. എടോ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം. തനിക്ക് പണ്ടത്തെ പോലെ ഓടാൻ പറ്റില്ലല്ലോ. അവനോടൊന്ന് വരാൻ പറയോ? നമുക്ക് വേണ്ടത് ചെയ്യാന്ന്. പിന്നെ അവന് ഗുണമുള്ള കാര്യല്ലേ, അവൻ വരും. ഞാൻ പോവൂല. മാമനെ ആരോട് ചോദിച്ചിട്ടൊക്കെ കയറി കേൾക്കാൻ പോണേ? എനിക്ക് ഈ മാസം 4 പ്രോഗ്രാമാണ്. അവന്റെ ഒരു പ്രോഗ്രാം എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഉള്ളതെല്ലാം വിറ്റും മുടിച്ചുവാ ഇങ്ങനെ പഠിപ്പിച്ച്. എന്നിട്ട് പാതിക്ക് പഠിപ്പ് നിർത്തി വന്നിരിക്കുക. സംഗീതത്തിന്റെ പേരും പറഞ്ഞ് ഒരു വയലിനും തൂക്കി ഉള്ള കല്യാണം വീട് നിറങ്ങി നടക്കുമല്ലോ നിന്റെ പണി. പാതിക്ക് പഠിപ്പ് കളഞ്ഞാലല്ലോ, മുടങ്ങിയതല്ലേ, എല്ലാവർക്കും എല്ലാം അറിയാവുന്നതല്ലേ. വളർന്നു വരുന്നൊരു പെങ്കൊച്ചുള്ള വീടാന്നുള്ള ഓർമ്മയുണ്ടോ നിനക്ക്? ഒരു വീട് പോലും ഇല്ല സ്വന്തമായിട്ട്. എന്നിട്ടാവൻ. ചേട്ടാ, അമ്മ പറയണോന്ന് നീ കാര്യാക്കണ്ട. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ പോവണ്ട.